നമസ്തേ. ബിടെക് യുഗം, അതായത് ഇപ്പോൾ പ്ലസ് ടു കഴിയുന്ന 2024 പ്ലസ് ടു കഴിയുന്ന വിദ്യാർത്ഥികളോ അല്ല 23-ലോ 22-ലോ ഒക്കെ പ്ലസ് ടു കഴിയുന്ന വിദ്യാർത്ഥികൾ അവരുടെ ജോലി സാധ്യതകൾ അല്ലെങ്കിൽ ഈ ഒരു ഇന്ത്യൻ എക്കണോമിയിലോട്ടൊക്കെ ഇറങ്ങേണ്ട ഒരു സമയമെന്ന് പറയുന്നത് 2028-30 കാലഘട്ടങ്ങളിലാണെന്ന് നമുക്കറിയാം. ടെക്നോളജിയുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറേയധികം വേർഷൻസ് ഇപ്പോൾ പറയുന്ന കമ്പ്യൂട്ടർ സയൻസ് എന്നും ഇലക്ട്രിക്കൽ നിന്നും ഇലക്ട്രോണിക്സ് എന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് ഏറ്റവും അധികം മോഡേൺ ടെക്നോളജി ഉപയോഗിക്കേണ്ട ധാരാളം പ്രോഗ്രാമുകളും ജോലി സാധ്യതകളും ഒക്കെയാണ് നിലനിൽക്കുന്നത്. ഈ ബിടെക് യുഗത്തിലേക്ക് നമുക്ക് CUETയും കടന്നു വരുന്നു. എന്തായിരിക്കാം CUET 2024 നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ബിടെക് പ്രോഗ്രാമുകളും അതിൻ്റെ യൂണിവേഴ്സിറ്റികളെയുമാണ് ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താനായിട്ട് ജോബി സാർ എത്തിയിരിക്കുന്നത്. ആദ്യം ഈ സെഷനിലേക്ക് സാറിനെ എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. ശരിയല്ലേ, 2024 പ്ലസ് ടു കഴിയുന്ന വിദ്യാർത്ഥികൾ എനിക്ക് തോന്നുന്നു 28-30 കാലഘട്ടത്തിലാണ് ഈ ഒരു തൊഴിൽ മേഖലകളിലോട്ട് ഇറങ്ങേണ്ടത്. എനിക്ക് തോന്നുന്നു ശശി തരൂർ സാർ ഒരു മീറ്റിങ്ങിൽ വളരെ വ്യക്തമായി പറയുണ്ടായിരുന്നു. കാരണം 2030 എന്താണോ ഇന്ത്യക്ക് വേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമുകളോ ഒരു കോളേജുകളോ ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് ടെക്നോളജി മാറ്റം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ ടെക്നോളജിയുടെ ഇനിയുള്ളൊരു ഭാവി, ഇപ്പം കമ്പ്യൂട്ടർ സയൻസിനൊക്കെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു കാലഘട്ടത്തിൽ എന്തായിരിക്കാം ടെക്നോളജിയുടെ അടുത്തൊരു ഡെവലപ്മെൻ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രാഞ്ചിനെ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ടെക്നോളജി നമ്മളങ്ങനെ ബ്രാഞ്ചിനെ ഫോക്കസ് ചെയ്ത് ഇത്രയും കാലം നമ്മളങ്ങനെ ആരും ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് അതിന് ഒരുപാട് ഉപവിഭാഗങ്ങൾ പിറന്നു. തീർച്ചയായും അത് പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടറിൽ ഞാൻ എടുത്തു പറയാൻ കാരണം നമ്മുടെ ബോംബെ IITയിലോ മദ്രാസ് IITയിലോ ഡൽഹി IITയിലോ ഇതുവരെ ഈ ഉപവിഭാഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ബാക്കി ഉള്ള മേഖലകളിലൊക്കെയാണ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സിനായിരുന്നു ഡിമാൻഡ് കൊടുത്തിരുന്നത്. അതിനു മുമ്പ് മെക്കാനിക്കലിനായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് 6-7 വർഷം അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇനിയിപ്പം അതിൻ്റെയൊക്കെ ഒരു കാലം അവസാനിച്ചു. ഇൻ്റഗ്രേഷനാണ്, അതായത് ഈ ഇലക്ട്രോണിക്സ് ഇൻ്റഗ്രേഷൻ വിത്ത് കമ്പ്യൂട്ടർ സയൻസ് അത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇൻ്റർഡിസിപ്ലിനറി ആയിട്ട് വേണം ഈ ബ്രാഞ്ചുകൾ തമ്മിൽ കൂട്ടിയിണക്കിക്കൊണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. കാരണം നമുക്കറിയാം ഈ കമ്പ്യൂട്ടർ സയൻസിന് ഇത്രമേൽ പ്രാധാന്യം ഉണ്ടായത് സോഫ്റ്റ്വെയർ സെക്ടറിൽ ജോലി കിട്ടുന്ന കുട്ടികളുടെ എണ്ണം ഇപ്പോൾ ഓരോ കോളേജും പ്ലേസ്മെൻറ്റ് കാണിക്കുമ്പം ആ പ്ലേസ്മെൻറ്റിൽ നിന്ന് വളരെ ഉയർന്നൊരു ശതമാനം, ഇപ്പം 400 കുട്ടികൾക്ക് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിനകത്തൊരു 350-360 കുട്ടികളും IT സെക്ടറിലേക്കാണ് ജോലി അവർക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ അവിടെ പ്രോഗ്രാമിങ് അല്ലെങ്കിൽ കോഡിംഗ് ആണ് കുട്ടികൾ ആ ഒരു മേഖലയിലേക്കാണ് ജോലി വന്നുകൊണ്ടിരുന്നത്. പക്ഷേ AI ഇപ്പോൾ അങ്ങോട്ടുകൂടെ കടന്നു കയറിയിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് അത് മാത്രം വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ IT സെക്ടറിലെ ജോലി മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനാവില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബിടെക് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു മേഖല മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കരുത്. ഇല്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു രീതിയിൽ നമുക്ക് ഈ പ്രസൻറ്റ് സെനാറിയോയിൽ നമുക്ക് പറയാവുന്ന ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്. കാരണം നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽ വലിയൊരു കുതിച്ചുചാട്ടം ഈ റീസെൻ്റായിട്ട് നമ്മൾ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള തൊഴിൽ മേഖലകളിൽ നമുക്ക് ഈ ഒരു 28 കൂടി തീർച്ചയായിട്ടും നല്ല സാധ്യതകൾ ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ നോളജ് വേണ്ട എന്നുള്ളതല്ല, പ്രോഗ്രാമിങ് അത്യാവശ്യം പഠിച്ചിരിക്കണം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിക്കാതെ മുന്നോട്ട് പോകാനാവില്ല. അപ്പോൾ അത് പഠിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു കോർ ബ്രാഞ്ച് പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ പോലെയുള്ള ബ്രാഞ്ചുകളിൽ നിന്നുകൊണ്ട് ഈ കമ്പ്യൂട്ടർ നോളജും കൂടെ അക്വയർ ചെയ്ത് പോകുന്ന കുട്ടികൾക്കായിരിക്കും സാധ്യത ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരു തൊഴിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നവരുടെ എണ്ണവും കുറവാവില്ലേ? കാരണം ഒരു 4-5 വർഷത്തിനുള്ളിൽ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു സാധ്യതയും അതും കൂടെ സാധ്യത കണ്ടുപിടിക്കേണ്ടതല്ലേ? അത് ഇപ്പോൾ തന്നെ അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞു. പല കുട്ടികൾക്കും അത് കോവിഡ് കാലത്താണ് അതിൻ്റെ ഏറ്റവും വലിയ എഫക്റ്റ് ഉണ്ടായത്. ഒരു മിഡിൽ ഏജിലുള്ളവർക്ക് പലർക്കും ജോലി നഷ്ടപ്പെടാനുള്ള കാരണം അവർക്ക് ഈ പറയുന്ന സ്കില്ല് അപ്ഡേഷൻ പറ്റാതെ വന്നുകൊണ്ട് ആണ് അങ്ങനെ സംഭവിച്ചത്. ഇപ്പോഴത് നല്ല രീതിയിൽ നടക്കുന്നതുകൊണ്ട് സ്കില്ല് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ കമ്പനി നമ്മളെ പതുക്കെ നമുക്ക് ജോലി നമ്മുടെ കയ്യിൽ നിന്ന് ജോലി എടുത്തു മാറ്റി നമ്മളെക്കാളും അറിയാവുന്ന നന്നായിട്ട് ചെയ്യുന്ന ആളുകളെ ഏൽപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട്
നമ്മൾ പുറത്തേക്ക് ഉള്ള വഴി എന്നുള്ള രീതിയിൽ അങ്ങനെ കാണേണ്ടി വരും. ശരി. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഏത് മേഖലയാണെങ്കിലും അപ്പോൾ നമ്മളിങ്ങനെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻ്റർഡിസിപ്ലിനറി ആയിട്ടൊക്കെ നമ്മൾ കാര്യങ്ങളെ പഠിക്കുന്ന കാലത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിൽസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ നമുക്ക് പോവുകയാണെങ്കിൽ ഒരു ഷിഫ്റ്റിങ് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഷിഫ്റ്റിങ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമാകില്ല. തീർച്ചയായിട്ടും. കാരണം ഇനി നമുക്ക് പണ്ടത്തെ പോലെ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ഒറ്റ കസേരയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ജീവിതകാലത്ത് മുഴുവൻ നമ്മൾ നേട്ടങ്ങൾ നേടാമെന്നൊരിക്കലും വിചാരിക്കുകയും ചെയ്യരുത്. അപ്പം അതിനനുസരിച്ച് അപ്ഡേറ്റ് ആവാനുള്ള ഒരു മേഖലയും കൂടെ നമുക്ക് മുമ്പിൽ കണ്ടെത്തണം. ഇതിനെല്ലാമുള്ള ധാരാളം സാധ്യതകൾ നമുക്ക് മുമ്പിലുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ എടുത്തിരിക്കുന്നത് CUET-യിലൂടെയുള്ള BTech പ്രോഗ്രാമുകളുടെ സാധ്യതകളെക്കുറിച്ചും കോളേജുകളും യൂണിവേഴ്സിറ്റികളുമാണ്. CUET മെയ് 15 മുതൽ മെയ് 31 വരെ നടക്കുമ്പോൾ സാധാരണ ഡിഗ്രി പ്രോഗ്രാമുകളാണ് CUET വഴി എന്നൊരു ധാരണ നിലനിന്നിട്ടുണ്ട് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ. ഇന്ന് BTech-നും CUET അവലംബിക്കാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും. അത് മുൻ വർഷങ്ങളെക്കാൾ കൂടുതലായിട്ട് BTech പ്രോഗ്രാമുകളുള്ള യൂണിവേഴ്സിറ്റീസ് CUET-യിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഗവൺമെൻറ് സെക്ടറിലും ഉണ്ട്, അതുപോലെ തന്നെ ഡീംഡ് ടു ബി പ്രൈവറ്റ് എല്ലാ സെക്ടറിലേക്കും വന്നിട്ടുണ്ട്. നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ DU-യിൽ പോലും ഒരു കോഴ്സ് നമുക്ക് ഈ പറയുന്ന BTech പ്രോഗ്രാം ഒരെണ്ണം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം NIT-കൾ കൂടുതൽ NIT-കളോ കൂടുതൽ IIT-കളോ ഒന്നും ഇല്ലെങ്കിൽ പോലും അതിനേക്കാളും അതോടൊപ്പം ഉള്ള സാധ്യതകൾ തന്നെ CUET വഴിയും കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഡൽഹിയിൽ നമുക്ക് IT ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്നോവേഷൻ എന്ന് പറഞ്ഞ ഒരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാം CUET ബേസിലാണ്. പിന്നെ നമ്മൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പോണ്ടിച്ചേരിയിൽ അവർ BTech പ്രോഗ്രാം ആരംഭിച്ച് കമ്പ്യൂട്ടർ സയൻസിൻ്റെ BTech പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ BTech MBA CSBS കമ്പ്യൂട്ടർ സയൻസ് ബിസിനസ് സിസ്റ്റം CSBS ആരംഭിച്ചു. അതൊക്കെ പുതുതായിട്ട് വന്ന പ്രോഗ്രാമാണ്. പിന്നെ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹരിയാനയിൽ മിക്കവാറും എല്ലാ BTech പ്രോഗ്രാമും ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി പഞ്ചാബിൽ 1-2 BTech പ്രോഗ്രാമുണ്ട്. നമ്മുടെ അടുത്തുള്ള കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് BTech പ്രോഗ്രാമുണ്ട്. ജമ്മു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ BTech പ്രോഗ്രാമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എല്ലാം തന്നെ BTech പ്രോഗ്രാം വന്നു. അതുപോലെ തന്നെ നേരത്തെ തന്നെ ഉള്ള BHU-വിൽ 2 BTech പ്രോഗ്രാം കുട്ടികൾ ശ്രദ്ധിക്കുന്നതാണ്. ഒന്ന് ഡയറി ടെക്നോളജിയും മറ്റൊരു BTech ഫുഡ് ടെക്നോളജി. അത് രണ്ടും അവിടെ അവൈലബിൾ ആണ്. പിന്നെ JNU-വിലും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ഉണ്ട്. പക്ഷേ അഡ്മിഷൻ JEE മെയിൻ ബേസിലാണ്, CUET വഴിയല്ല. അത് അവിടെ രണ്ടിടത്തും ഉണ്ട്. അതൊന്ന് കുട്ടികൾ ഓർത്തിരിക്കുന്ന നല്ലതാണ്, അവിടെ ഉണ്ട്. അപ്പം ടോപ്പ് യൂണിവേഴ്സിറ്റീസിലൊക്കെ ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഇത് അവൈലബിൾ ആണ് എന്നുള്ള ഒരു കാര്യം അറിഞ്ഞിരിക്കുക. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾ ഈ നല്ല ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റീസിനോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുക്കുന്ന ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസും CUET-യോട് വന്നിട്ടുണ്ട്. കാരണം അത് കുട്ടികൾ എപ്പോഴും പറയുന്നതൊക്കെയാണ്. ഒന്ന് UPS യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്റ്റഡീസ് ഡെറാഡൂൺ, അവിടുത്തെ എല്ലാ BTech പ്രോഗ്രാമുകളും, അവിടുത്തെ LLB ഫേമസ് ആണ്, അവിടെയുള്ള എല്ലാ പ്രോഗ്രാമുകളും CUET-യിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി LPU-വിൻ്റെ BTech പ്രോഗ്രാമുകളെല്ലാം തന്നെ എല്ലാം ഇപ്പോൾ CUET-യിലേക്ക് വന്നു. ബാംഗ്ലൂർ അലയൻസ് യൂണിവേഴ്സിറ്റി നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്, അവരുടെ BTech പ്രോഗ്രാം വന്നിരിക്കുകയാണ്. JNU യൂണിവേഴ്സിറ്റിയുടെ BTech പ്രോഗ്രാം വന്നിരിക്കുന്നു. മാനവരചന വന്നിരിക്കുന്നു. ഗൽഗോത്തിയൻ വന്നിരിക്കുന്നു. അതുപോലെ GD ഗോയങ്ക യൂണിവേഴ്സിറ്റിയുടെ വന്നിട്ടുണ്ട്. ഇനി ചാണ്ഡിഗഡ്, അത് ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി, ചാണ്ഡിഗഡ് യൂണിവേഴ്സിറ്റിയുടെ വന്നിട്ടുണ്ട്. ഇനി അതിനപ്പുറം ബെനറ്റ് യൂണിവേഴ്സിറ്റി, ടൈംസ് ഓഫ് ഇന്ത്യ നോയിഡയിലുള്ളതാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള യൂണിവേഴ്സിറ്റിയാണ് ബെനറ്റ് യൂണിവേഴ്സിറ്റി. അവർക്ക് ഇൻ്റർനാഷണൽ കൊളാബറേഷനൊക്കെ നന്നായിട്ടുള്ളതാണ്. ബെനറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമുകൾ ഇപ്പോൾ CUET-യുടെ കീഴിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ പെൺകുട്ടികൾക്ക് BTech പഠിക്കാൻ കോയമ്പത്തൂരുള്ള അവിനാശലിംഗം ഹയർ സ്റ്റഡീസ് യൂണിവേഴ്സിറ്റി ഓഫ് ഹയർ സ്റ്റഡീസ്, അവിടെ BTech പ്രോഗ്രാമുകളെല്ലാം ഈ വർഷമാണ് അവർ എല്ലാം തന്നെ ഉള്ള BTech. അതുപോലെ തന്നെ BA BSc പ്രോഗ്രാമുകൾ പെൺകുട്ടികൾക്ക് മാത്രമുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് അടുത്തുള്ള ഒരു സ്ഥലമാണ് കോയമ്പത്തൂർ. ഊട്ടി റോഡിലാണ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ഈ BTech പ്രോഗ്രാംസ് എല്ലാം തന്നെ
ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഈ പറയുന്ന CUET-യുടെ ഓക്കെ നമ്മൾ സാധാരണ പഠിക്കുന്ന പോലെ തന്നെ 4 ഇയർ പ്രോഗ്രാമാണ് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എല്ലാം. നമ്മൾ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എല്ലാം തന്നെ നമ്മൾ ഈ പറയുന്ന CS തന്നെയല്ല, CS-ന്റെ ഉപവിഭാഗങ്ങൾ AIML, ഡാറ്റ സയൻസ്, IoT വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാമുകളും ഈ പറയുന്ന അവിടെയാണ് ഇത് ഈ പറയുന്ന പ്രോഗ്രാമുകൾ കൂടുതലായിട്ടുള്ളത്. ശരി ശരി. അവിടെ എല്ലാം ഈ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. ശരി. ഈ ഇവർ ടെസ്റ്റ് എഴുതുമ്പോൾ CUET എഴുതുമ്പോൾ മെയ് 15 മുതൽ മെയ് 30 CUET എഴുതുമ്പോൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് എഴുതേണ്ടത്, +2-ന് ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കണം എന്നുള്ള നിബന്ധനയാണ് ബിടെക് പ്രോഗ്രാം ചൂസ് ചെയ്യുമ്പോൾ ഉള്ളത്? ബിടെക് പ്രോഗ്രാമുകളിൽ മിക്കവാറും യൂണിവേഴ്സിറ്റീസ് എല്ലാം പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ്. 3 സബ്ജക്റ്റ്. പിന്നെ ചിലയിടത്ത് ചുരുക്കമായിട്ട് ഇപ്പോൾ പോണ്ടിച്ചേരി കമ്പ്യൂട്ടർ സയൻസ് ബിടെക് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിരിക്കണമെന്ന് പറയുന്നുണ്ട് +2. ശരി ശരി. പക്ഷെ അവർ എഴുതേണ്ട മാത്തമാറ്റിക്സ്. ശരി ശരി. അപ്പോൾ മാത്സിന് എഴുതുക, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിരിക്കണം. വളരെ കുറച്ച് യൂണിവേഴ്സിറ്റികൾ. പിന്നെ ചില വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റി സയൻസ് സബ്ജക്റ്റ് അല്ല അവർ ടെസ്റ്റ് ചെയ്യുന്ന, ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ്. ശരി. അങ്ങനെയുണ്ട്. പക്ഷേ പഠിച്ചിരിക്കേണ്ടത് +2-ൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിക്കണം. അത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ആകാം, മാത്സ്, കമ്പ്യൂട്ടർ ആകാം. അപ്പോൾ PCM എന്നുള്ള രീതിയിലാണ് മിക്കവാറും യൂണിവേഴ്സിറ്റീസ്. മാത്തമാറ്റിക്സ് സപ്പോർട്ട് വേണം, മാത്സ് ഉണ്ടാവണം. കാരണം എഞ്ചിനീയറിംഗ് ആകുമ്പോൾ തീർച്ചയായിട്ടും മാത്സ് വേണം. ഫുഡ് ടെക്നോളജി, ഡയറക്ട് ടെക്നോളജി നമ്മളെ BHU-വിൽ നമുക്ക് വേണമെങ്കിൽ മാത്സ് ആകാം, ബയോളജി ആകാം എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും PCM വെച്ചിട്ട് തന്നെയാണ് കൂടുതൽ പ്രോഗ്രാം. ICAR-ലും അങ്ങനെയാണല്ലോ. തീർച്ചയായിട്ടും ICAR-ലും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലും ബയോടെക്നോളജിയോ അഗ്രികൾച്ചർ എഞ്ചിനീയറിങ്ങോ ഫിഷറീസോ ഫോറസ്ട്രിയോ അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജിയോ ഒക്കെ എടുക്കണമെങ്കിൽ PCM വെച്ചിട്ടോ PCB വെച്ചിട്ടോ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികൾ JEE മെയിൻ അല്ലെങ്കിൽ JEE അഡ്വാൻസ്ഡ്, കേരള എഞ്ചിനീയറിംഗ്, കുസാറ്റ് ഒക്കെ നോക്കി നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് നല്ല രീതിയിൽ അവർ പരിശീലനം നേടിയിട്ടുമുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ CUET വഴി ഇതുപോലുള്ളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ബിടെക് പ്രോഗ്രാം എന്ന് പറയുന്നത് അത്ര ദുഷ്കരമായൊരു ഇതായിരിക്കില്ല. കാരണം ഏറ്റവും എളുപ്പത്തിൽ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വേണമെങ്കിൽ ഒരു ബിടെക് പ്രോഗ്രാം സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അവരവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഇന്നിപ്പം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തതിനകത്ത് ആദ്യത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസാണ് ആക്ച്വൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഡയറക്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. അവിടുത്തെ ഒരു ഫീസ് സ്ട്രക്ചർ നമുക്ക് തീർച്ചയായിട്ടും അഫോർഡ് ചെയ്യാവുന്ന ഒരു ഫീസ് സ്ട്രക്ചറാണ്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളെക്കാളും കുറഞ്ഞ ഒരു ഫീസ് സ്ട്രക്ചറിൽ അല്പം കൂടി എക്സ്പോഷറിലൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലേക്ക് വരുമ്പം വലിയൊരു വേരിയേഷൻ അവിടെ നമുക്ക് കാണാനും പറ്റും. അതുകൊണ്ട് വളരെ ആലോചിച്ച് വേണം നമ്മൾ ഡിസിഷൻ പഠിക്കണം. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള കോളേജുകളെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ട്. നമ്മുടെ പല കോളേജും വളരെ നല്ല രീതിയിൽ പോകുന്ന കോളേജസ് ഉണ്ട്. അത് NIT ലെവലിലും അതിന് താഴെ സ്റ്റേറ്റിലൊക്കെ ആണെങ്കിലും ഗവൺമെൻറ് കോളേജസൊക്കെ നമുക്കറിയാവുന്നുണ്ട്. അപ്പോൾ അതും ഇവിടുത്തെ അവിടെ എക്സ്പോഷർ വൈസും അതുപോലെ ഫീസ് സ്ട്രക്ചറിനകത്ത് വലിയൊരു കാര്യമാണ്. കാരണം ഒരു 4 വർഷം പഠിക്കുമ്പോൾ ലക്ഷങ്ങളുടെ വ്യത്യാസം, എമൗണ്ടുകൾ തമ്മിലുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് പരിഗണിക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും. അപ്പോൾ ആ രീതിയിൽ അതുകൂടെ ഒന്ന് പരിഗണിച്ചിട്ട് വേണം CUET വഴി നമുക്കിനി വരും വർഷങ്ങൾ ഇനിയും പുതുതായിട്ട് തീർച്ചയായിട്ടും വരും. ഒരു കാലഘട്ടത്തിൽ നീറ്റ്, JEE മെയിൻ പോലും JEE അഡ്വാൻസ്ഡ് ഒഴികെയുള്ള എല്ലാ പ്രവേശന പരീക്ഷകളും CUET-യിലേക്ക് വരുന്ന ഒരു കാലഘട്ടം അതിവിദൂരമല്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും. 4-5 വർഷത്തിനുള്ളിൽ വരില്ലായിരിക്കാം. പക്ഷേ CUET-യുമായിട്ട് എല്ലാവരും തന്നെ കൈകോർക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം അതിൻ്റെ പാറ്റേൺ അവരാദ്യം തന്നെ അതിൻ്റെ ഫോർമാറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് കൃത്യമായിട്ടും എല്ലാ പരീക്ഷകളെയും എല്ലാ അഡ്മിഷനുകളെയും ഏകീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ +1 +2 പഠിച്ച സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ജനറൽ ടെസ്റ്റ്, അത്രയും നമ്മൾ സബ്ജക്റ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ജൂൺ 30 CUET റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ആ സമയത്ത് നമുക്ക് JEE മെയിൻ്റെ റിസൾട്ടുണ്ട്, JEE അഡ്വാൻസ്ഡിൻ്റെ റിസൾട്ടുണ്ട്, കേരള എഞ്ചിനീയറിംഗ്, കുസാറ്റ്, ഇനി മെഡിക്കൽ പ്രൊഫഷനൊക്കെ നോക്കുന്നവർക്ക് അതിൻ്റെ റിസൾട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഏറ്റവും നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട് യാതൊരു പരിഭ്രമവും ഇല്ലാതെ അവനവൻ്റെ കയ്യിലൊതുങ്ങുന്ന, ആ കുടുംബത്തിൻ്റെ കയ്യിലൊതുങ്ങുന്ന ഫീസ് സ്ട്രക്ചറിൽ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട് CUET 2024 ഏറ്റവും വലിയൊരു ഉപകാരമാണ് ഓരോ കുടുംബത്തിനും. അതുകൊണ്ട് ഇതുവരെയും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ 26 ആണ് നോർമലായിട്ട് ആപ്ലിക്കേഷൻ തീരുന്നതെങ്കിലും വീണ്ടും ആപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും. വീണ്ടും യൂണിവേഴ്സിറ്റികളും സബ്ജക്റ്റുകളും ആഡ് ചെയ്യാനുള്ള സമയം വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും CUET-ക്ക് അപ്ലൈ ചെയ്യുകയും
അവർ +2 പഠിച്ച സബ്ജക്റ്റുകൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, ജനറൽ ടെസ്റ്റ്, ബയോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്, ബയോളജിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അത് പരീക്ഷയായിട്ട് എഴുതണം എന്നില്ലെന്ന് തോന്നുന്നു, പഠിച്ചിരിക്കണമെന്നേ നിർബന്ധമുള്ളൂ എന്ന് തോന്നുന്നു. 1-2 സ്ഥലങ്ങളിൽ കമ്പ്യൂട്ടർ സയൻസ് എക്സാം പറയുന്നു. പക്ഷേ എഞ്ചിനീയറിംഗിന് വലിയ പ്രശ്നമില്ല, BCIയോ എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല, മാത്സ് നിർബന്ധമായിട്ട് എഴുതുക. അപ്പം അങ്ങനെ നിങ്ങൾ +2 പഠിച്ച സബ്ജക്റ്റുകൾ ചൂസ് ചെയ്തുകൊണ്ട് മെയ് 15 മുതൽ മെയ് 31 വരെ നടക്കുന്ന ഈ CUET-യിൽ എല്ലാവരും താങ്കൾ പരീക്ഷ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മലയാളികൾ മാറി നിൽക്കാൻ പാടില്ല. നാഷണൽ ലെവൽ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ കേരളം എന്ന കംഫോർട്ട് സോണിന് അപ്പുറത്ത് നമുക്ക് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ വഴി വലിയൊരു സാധ്യതകളാണ് നിലനിൽക്കുന്നത്. 2028-30 കാലഘട്ടത്തിൽ BTech പ്രോഗ്രാമുകളിലൂടെ ഒരു ജോലി സാധ്യതയും അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സാധ്യതകളും ഒക്കെ നമുക്ക് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. CUET-യുടെ PG പ്രോഗ്രാമുകളിലൂടെ നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ സാധ്യതകൾ നോക്കുവാണെങ്കിലും തീർച്ചയായിട്ടും അതിലോട്ട് പോകാനായിട്ടും പിന്നെ തീർച്ചയായിട്ടും CUET ഇതുപോലെ തന്നെ PG ഉണ്ട്. PG ആകുമ്പോൾ നമുക്ക് ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ നമ്മുടെ ഈ പഠിക്കുന്ന സബ്ജക്റ്റ് തന്നെ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ഷിഫ്റ്റിങ് ബ്രോഡായിട്ടുള്ള അല്ലെങ്കിൽ ഓപ്ഷൻസ് കൂടിയ ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ പഠിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് PG പ്രോഗ്രാമുകളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് സബ്ജക്റ്റുകൾ പഠിക്കുവാനായിട്ടോ അല്ലെങ്കിൽ ഇനി BTech പ്രോഗ്രാം പഠിക്കുവാനായിട്ടോ ഏറ്റവും നല്ല സാധ്യതകളാണ് CUET 2024 നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വർഷം നിങ്ങൾക്ക് എൻട്രൻസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ, അത് മെഡിക്കൽ ആണെങ്കിലും എഞ്ചിനീയറിംഗിലാണെങ്കിലും ആ മേഖലയിൽ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും വലിയ സാധ്യതകൾ തന്നെയാണ് CUET എന്നുള്ളത് വ്യക്തമാകുകയാണ്. അപ്പോൾ ഇത്ര നേരം നമ്മളോട് ഈ BTech പ്രോഗ്രാമുകളുടെ യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും അതിൻ്റെ കോഴ്സുകളെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തന്ന ജോബി സാറിന് ബ്രില്യൻ ഫാമിലിയുടെ പേരിൽ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. CUET-യുടെ സാധ്യതകൾ ജൂൺ 30-ാം തീയതിയാണ് റിസൾട്ട് വരുന്നത്, CUET-യുടെ പെർസെൻറ്റേജ് സ്കോർ വരുന്നത്. അതിനുശേഷം നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റികളിലും സെപ്പറേറ്റ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. നമ്മളിവർ CUET എഴുതിയെന്ന് പറഞ്ഞിട്ട് മാത്രം നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ അല്ല കിട്ടുന്നത്. ജൂൺ 30-ന് ശേഷം നിങ്ങൾ ഈ പറയുന്ന എവിടേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ നിങ്ങൾ പ്രത്യേകം അപേക്ഷ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയൊക്കെ ആണെങ്കിൽ കോളേജുകൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് ഓപ്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് ജോബി സാർ വ്യക്തമായിട്ട് കോഴ്സുകളെക്കുറിച്ചും കോളേജുകളെക്കുറിച്ചും ഒക്കെ ആ സമയത്ത് നമ്മളുമായിട്ടൊരു അതിൻ്റെ എക്സ്പീരിയൻസ് പങ്കുവെക്കുന്നതാണ്. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.